വിചാരിക്കുകയും ചെയ്യും. ഞാൻ എന്നെ ചതിച്ചിട്ടില്ലെന്ന് എനിക്ക് വിശ്വസിക്കുകയും ചെയ്യാം. നിത്യയിൽ നിന്നും ജീവൻ അകന്നു നിൽക്കാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു. അത് എന്റെ മോളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയായിരുന്നു. യെസ്, അന്ന് ജീവന് മുന്നിൽ നടത്തിയ ആ നാടകത്തിൽ കഥാപാത്രങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ലായിരുന്നു. ഹരിയും നിത്യയും തന്നെയായിരുന്നു. യുവർ ഓണർ, സ്വന്തം മകന്റെ ഭാര്യയായ ഒരു പെൺകുട്ടിയെ അയാൾ ജീവനോടെ ഇരിക്കെ അയാളുടെ കൺമുന്നിൽ വെച്ച് മറ്റൊരുത്തന്റെ കൈപിടിച്ചു കൊടുത്ത ഈ അമ്മയാണ് ബഹുമാനപ്പെട്ട PP ഏറ്റവും മികച്ച അമ്മയുടെ ഗണത്തിൽപ്പെടുത്തി സംസാരിച്ചത്. ഈ കേസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് നിത്യയോട് ജീവനുള്ള വൈരാഗ്യമോ അയാളുടെ കുറ്റവാസനയോ അല്ല, മറിച്ച് ഒരു വലിയ തറവാടിന്റെ അവകാശം മുഴുവൻ തന്റെ കൈപ്പിടിയിലൊതുക്കി താൻ പറയുന്നതല്ലാതെ മറ്റൊന്നും അവിടെ നടക്കരുതെന്ന് ശഠിക്കുന്ന ഈ സ്ത്രീയുടെ തന്നിഷ്ടമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? അവർക്കല്പം വെള്ളം കൊടുക്കൂ. അമ്മേ, വെള്ളം കൊടുത്തു. അമ്മേ, വെള്ളം. അമ്മേ, മതിയോ? എന്ന് പറഞ്ഞാൽ ജീവൻ ഒരു മാനസിക രോഗിയാണെന്നും അതുവഴി ഒരു ഭ്രാന്തൻ എന്ന് സമൂഹത്തിനെ കൊണ്ട് അയാളെ വിളിപ്പിക്കുന്നതിന് മാത്രമാണ് ഈ അമ്മ ശ്രമിച്ചത്. സുജാതയോടുള്ള എൻ്റെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കേസിന്റെ തുടർവാദം അടുത്ത ബുധനാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു. ആന്റി, കുറച്ചു നേരം ഇരിക്കണോ? വേണ്ട മോനെ, നമുക്ക് പോവാം.
താങ്ക്സ് വീണ. ഇന്ന് ഞാൻ മനസമാധാനത്തോടെ ജയിലിലേക്ക് തിരിച്ചു പോകുന്നു. ഇനി കോടതിയിലേക്ക് തിരിച്ചു വരുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കെതിരെ സംസാരിക്കുന്നവരുടെ വീണ ഒന്ന് പറഞ്ഞേക്ക്, അവർക്കാർക്കും ജീവനിൽ നിന്ന് രക്ഷയുണ്ടാവില്ലെന്ന്. നടക്കടാ. എങ്കിൽ ഹരിയേട്ടാ ഞാനങ്ങ് ചെല്ലട്ടെ. വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടേ. എല്ലാവരും ആഘോഷിക്കാനല്ലേ ഹരി? കോടതിയെ പിടിച്ച് കുലുക്കത്ത വക്കീലന്മാർ ഒരുപാടുണ്ടാവും. പക്ഷേ അവർ പറയുന്നൊന്നും കോടതി മുഖവിലേക്ക് എടുക്കില്ല. സത്യം വേറൊന്നാണല്ലോ. സത്യം വിജയിക്കും.